നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. നമ്മൾ ആദ്യം തന്നെ പോകുന്നത് ഒരു കൊലപാതക വാർത്തയിലേക്കാണ്. കൊലപാതകത്തോടൊപ്പം തന്നെ ലൈംഗിക അതിക്രമവും കാട്ടിയ സംഭവത്തെക്കുറിച്ചാണ്. നടക്കുന്നത് കോഴിക്കോട് ഏലത്തൂർ മാളിക്കടവിലാണ്. യുവതിയെ കൊന്ന് മൃതദേഹത്തോടും ലൈംഗിക അതിക്രമം കാട്ടിയ സംഭവമാണ് കേരളത്തെ അക്ഷരാർത്ഥത്തിൽ നടക്കുന്നൊരു സംഭവം. ഈ കേസിലെ പ്രതിയായ വേങ്ങേരി തടമ്പാട്ടുതാഴം സ്വദേശി വൈശാഖൻ ജീവനൊടുക്കുകയും ചെയ്തു. വിഷം ഉള്ളിൽ ചെന്ന നിലയിൽ വീട്ടിൽ കണ്ടെത്തിയ വൈശാഖനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ചികിത്സയിലിരിക്കെ മരണം സംഭവിക്കുകയായിരുന്നു. മാളിക്കടവിലുള്ള തൻ്റെ വർക്ക്ഷോപ്പിൽ വെച്ചാണ് വൈശാഖൻ യുവതിയെ കെട്ടിത്തൂക്കി കൊലപ്പെടുത്തുകയും സംഭവം ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയും ചെയ്തത്. എലത്തൂർ ഇൻസ്പെക്ടർ KR രഞ്ജിത്തിന്റെ നേതൃത്വത്തിൽ അന്വേഷണം പൂർത്തിയാക്കി കൊയിലാണ്ടി മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു. തുടർന്ന് ജാമ്യത്തിൽ കഴിയുകയാണ് പ്രതി ജീവനൊടുക്കുകയും ചെയ്തത്. ഈ സംഭവം കേരളത്തെ വല്ലാതെ ഞെട്ടിച്ച ഒരു സംഭവമാണ്. ആ സംഭവത്തിന്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകുന്നു. MS അനീഷ് കുമാറുണ്ട് വിശദാംശങ്ങളുമായി. അനീഷ്, ഈ ജാമ്യത്തിൽ തുടരവെയാണ് ഇയാൾ ആത്മഹത്യ ചെയ്തതായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ കേസുമായി ബന്ധപ്പെട്ട്, അതായത് ഈ പെൺകുട്ടിയെ അതിക്രമിച്ചതുമായി ബന്ധപ്പെട്ട് നടന്ന കാര്യങ്ങൾ, അതിനുശേഷം ഇപ്പോൾ നടത്തിയ വിശദാംശങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വൈശാഖനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് ശേഷം ചികിത്സയിലിരിക്കെ മരിച്ചത് മുതൽ ഈ കേസുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്? ഇയാളും ഈ പെൺകുട്ടിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടായതായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ടോ? ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ ആത്മഹത്യയിലേക്ക് നയിച്ച കാരണത്തെക്കുറിച്ച് പോലീസ് വിലയിരുത്തുന്നുണ്ടോ? കേരളത്തെ ആകമാനം ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു ഒരു യുവതിയെ പ്രണയം നടിച്ച ശേഷം മരണത്തിലേക്ക് തള്ളിവിടുക എന്നത്. ഇയാളുടെ ഒരു ബന്ധു തന്നെയായ പെൺകുട്ടിയുമായി വളരെ ചെറുപ്പം മുതൽ തന്നെ വൈശാഖിന് അടുപ്പമുണ്ടായിരുന്നു. ഇതിനുശേഷം പിന്നീട് ഈ ബന്ധവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കുടുംബത്തിൽ അറിയുന്നതോടെ ചില അസ്വാരസ്യങ്ങൾ അവിടെ ഉണ്ടാവുന്നു. ഇതേ തുടർന്ന് ബന്ധം മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഈ യുവതി ബന്ധത്തിൽ നിന്ന് പിന്മാറാനുള്ള ഒരു നീക്കമൊക്കെ നടത്തുകയും ചെയ്യുന്നു. ഇതിനുശേഷമാണ് വൈശാഖൻ തന്റെ യഥാർത്ഥ മുഖം കാണിച്ചത്. അതായത് നമുക്കൊന്നിച്ച് ജീവിക്കാൻ കഴിയില്ലെങ്കിൽ നമുക്കൊന്നിച്ച് മരണം തെരഞ്ഞെടുക്കണം എന്ന് പറയുകയും ഇദ്ദേഹത്തിന് അയാൾക്ക് മാളിക്കടവിലുള്ള ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്, ഒരു ഫർണിച്ചറും മറ്റുമൊക്കെ ഉണ്ടാക്കുന്ന അത്തരത്തിലൊരു വർക്ക്ഷോപ്പ് ഉണ്ട്. ആ വർക്ക്ഷോപ്പിൽ വെച്ച് ആണ് രണ്ടുപേരും മരണം തെരഞ്ഞെടുക്കാം എന്ന് പറഞ്ഞ ശേഷം ഒരുമിച്ച് തൂങ്ങി മരിക്കാൻ ഒരുങ്ങുന്നത്. എന്നാൽ ഈ മരിക്കാൻ ഒരുങ്ങിയ ശേഷം താൻ മരിക്കുന്നുവെന്ന ഒരു വ്യാജ പ്രതീതി സൃഷ്ടിക്കുക മാത്രമാണ് വൈശാഖൻ ചെയ്തത്. മറുവശത്ത് ഈ യുവതി ഇയാളുടെ വാക്കുവെച്ച് തൂങ്ങുകയും ചെയ്തു. പിന്നീടാണ് ഒരു ആത്മഹത്യ എന്ന രീതിയിലൊക്കെ ചിത്രീകരിക്കാനുള്ള നീക്കമാണ് ഇയാളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പിന്നീട് അന്വേഷണം നടത്തിയപ്പോഴാണ് ഇത് ക്രൂരമായ ഒരു കൊലപാതകമാണ് എന്ന് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞത്. ഈ വർക്ക്ഷോപ്പിലെ CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചപ്പോൾ കൃത്യമായ തെളിവുകൾ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന് ലഭിക്കുകയും ചെയ്തു. പോലീസ് ഈ കേസിൽ അന്വേഷണം പൂർത്തിയാക്കുകയും കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു. ഞെട്ടിക്കുന്ന വിവരങ്ങളായിരുന്നു ഈ അന്വേഷണത്തിൽ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞത്. കാരണം ഈ യുവതി മരിച്ച ശേഷം മൃതദേഹത്തോട് പോലും ലൈംഗികമായ ഇയാളുടെ വൈകൃതം ഈ വൈശാഖൻ കാട്ടിയിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. ഇത് പ്രകാരം ഈ കൊലപാതകം, ഗൂഢാലോചന, മൃതദേഹത്തോട് അപമര്യാദ പെരുമാറൽ തുടങ്ങിയ വകുപ്പുകളൊക്കെ ചുമത്തി കേസെടുത്തിരുന്നു. ഒപ്പം നന്നേ ചെറുപ്പം മുതൽ തന്നെ ഈ യുവതിയായിരുന്ന പെൺകുട്ടിയായിരുന്നപ്പോൾ മുതൽ ഇയാൾ ശാരീരിക പീഡനത്തിന് ഇരയാക്കുകയും ഇയാളുടെ ഒരു ഭീഷണി പുറത്ത് നിർത്തുകയും ഒക്കെ ചെയ്തു. അതുകൊണ്ട് പോക്സോ കേസ് അടക്കം ഇയാൾക്കെതിരെ ചുമത്തുകയും ചെയ്തിരുന്നു. ദീർഘനാളുകളായി, മാസങ്ങളായി തന്നെ ഇയാൾ ജയിലിലായിരുന്നു. ഇതിനുശേഷം ഹൈക്കോടതിയിൽ നിന്നും 2 ആഴ്ച മുമ്പാണ് ജാമ്യം ലഭിക്കുകയും പുറത്തേക്ക് ഇറങ്ങിയത്. ഇതിനുശേഷമാണ് പിന്നീട് മാളിക്കടവിലുള്ള ഇയാളുടെ വീട്ടിൽ വിഷം കഴിച്ച നിലയിൽ ഇയാളെ കണ്ടെത്തിയത്. തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ നഷ്ടപ്പെടുകയായിരുന്നു. ഇല്ല അനീഷ്, ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ആത്മഹത്യ എന്ന് വരുത്തി തീർക്കാൻ വൈശാഖൻ ശ്രമിച്ചിരുന്നെങ്കിൽ പോലും കുരുക്കിലായത് ആ ഒരു ഡയറി കുറിപ്പാണല്ലോ. അതിനകത്ത് കൃത്യമായി ഈ പെൺകുട്ടി എഴുതി വെക്കുകയും ചെയ്തിരുന്നല്ലോ, എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ അതിൻ്റെ ഉത്തരവാദി വൈശാഖനാണ് എന്നത് സംബന്ധിച്ച്. അപ്പോൾ മുതൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിനകത്ത് ഒരു മിസ്റ്ററി ഉണ്ടെന്നും അതുമായി ബന്ധപ്പെട്ട് വൈശാഖനാണ് ഇതിന് പിന്നിലെന്ന് പറയുമ്പോൾ പോലും ആസൂത്രിതമായ ഒരു കൊലപാതകത്തിന് വൈശാഖൻ ശ്രമിച്ചിരുന്നു എന്ന് കണക്കാക്കേണ്ടി വരുമോ? കാരണം ഒരുമിച്ച് മരിക്കാമെന്നായിരുന്നല്ലോ തീരുമാനിച്ചത്. പക്ഷേ ആ സമയത്ത് പോലും വൈശാഖൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് അങ്ങനെ ആയിരുന്നില്ല. തനിക്ക് മാത്രം കുറഞ്ഞ ഒരു ഉറക്ക ഗുളിക എടുക്കുക, ഈ പെൺകുട്ടിക്ക് കൂടിയ അളവിൽ കൊടുക്കുക, എന്നിട്ട് ഈ ലൈംഗികമായി പീഡിപ്പിക്കുക എന്നുൾപ്പെടെ ആദ്യം മുതൽ തന്നെ മോട്ടീവ് ഇതായിരുന്നു. കാരണം സ്വാഭാവികമായിട്ടും വൈശാഖൻ ഇപ്പോൾ ആത്മഹത്യ ചെയ്യുമ്പോഴേക്കും ഈ മോട്ടീവ് ആദ്യമേ ഇത് തന്നെ ആയിരുന്നു ഇല്ലയോ? എന്താണ് പോലീസിന്റെ ഭാഷ അതുമായി ബന്ധപ്പെട്ട്?
തീർച്ചയായും ഇയാൾക്ക് നേരത്തെ മുതൽ തന്നെ, അതായത് ഈ കുടുംബത്തിൽ ഈ പ്രശ്നങ്ങൾ അറിഞ്ഞപ്പോൾ മുതൽ തന്നെ ഈ യുവതിയെ ഒഴിവാക്കണമെന്ന രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് തവണ ഇവർ ചർച്ച നടത്തുകയും തമ്മിൽ വഴക്കടിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതിനൊടുവിലാണ് ഈ വകവരുത്തുക എന്നൊരു തീരുമാനത്തിലേക്ക് ഇയാൾ എത്തുകയും പല രീതിയിൽ ഇവരെ വധിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു. ഒരേപോലെ ഈ ഒറുക്കോളിയ കഴിച്ചുവെന്ന് വരുത്തുമ്പോഴും കൂടുതൽ ഡോസേജ് ഉള്ളത് യുവതിക്ക് നൽകുന്നു. ഒപ്പം ഒരുമിച്ച് തൂങ്ങി മരിക്കാനെന്ന വ്യാജന അതിനുള്ള നീക്കം നടത്തുന്നു. അങ്ങനെ എല്ലാ തരത്തിലും ഒരു പ്രതീതി ജനിപ്പിക്കുകയാണ് വൈശാഖൻ ചെയ്തത്. അതിനുശേഷം ഇതൊന്നും ഇയാൾ ചെയ്യുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇയാളുടെ കരഞ്ഞ് പറച്ചിലും വളരെ വൈകാരികമായുള്ള സംസാരങ്ങളുമൊക്കെ ഈ പെൺകുട്ടിയെ ഒരു തരത്തിൽ, അല്ലെങ്കിൽ ഈ യുവതിയെ ഒരു തരത്തിൽ വിശ്വസിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. അങ്ങനെയാണ് ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ലെങ്കിൽ ഒരുമിച്ച് മരിക്കാം എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയെന്ന ഇയാളുടെ വാക്ക് വിശ്വസിച്ച് ആ യുവതി മരണത്തിലേക്ക് നീങ്ങി. മരണമെന്ന് പറയാൻ പോലും കഴിയില്ല. ഇയാളാണ് കുരുക്കി ഓർക്കഗുളിയൊക്കെ നൽകി, അല്ലെങ്കിൽ കഴുത്ത് കുരുക്കിയൊക്കെ കൊന്നത്. അപ്പോൾ ആ യുവതി വിചാരിക്കുന്ന ഇത് കഴിഞ്ഞ് തൊട്ട് പിന്നാലെ തന്നെ ഇയാളും തന്നോടൊപ്പം ജീവിതം വെടിഞ്ഞു വരികയാണ് എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണയായിരുന്നു. എന്തായാലും ഇക്കാര്യങ്ങളൊക്കെ വളരെ വിശദമായി തന്നെ ഈ പെൺകുട്ടി ഈ യുവതി ഡയറിക്കുറിപ്പിൽ എഴുതിയിരുന്നു. അതും ഓരോ കാലത്തെ കാര്യങ്ങൾ കൃത്യമായി തന്നെ ചെറുപ്പം മുതൽ തന്നെ ഏത് തരത്തിലാണ് ഇയാൾ ദുരുപയോഗം ചെയ്തത്, മുതിർന്നു വന്നപ്പോൾ ഇയാളുടെ പെരുമാറ്റം എങ്ങനെയായിരുന്നു, താനുമായുള്ള ബന്ധത്തിൽ നിന്നും ഒഴിവായപ്പോൾ ഇയാളുടെ പെരുമാറ്റം എങ്ങനെയാണ്, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി തന്നെ ഈ യുവതി തന്റെ ഡയറിക്കുറിപ്പിൽ രേഖപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ പ്രതിയിലേക്ക് വളരെ വേഗം എത്താൻ പോലീസിന് കഴിയുകയും ചെയ്തു. ഇയാൾ ഈ മരിച്ച ശേഷവും, ഈ മരണം ഉറപ്പാക്കിയ ശേഷവും ഒരു ആത്മഹത്യയെന്ന് വരുത്തി തീർക്കാനായി പിന്നീട് ആശുപത്രിയിലേക്ക് കാറിൽ കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്ന CCTV ദൃശ്യങ്ങളൊക്കെ പോലീസിന് ലഭിക്കുകയൊക്കെ ചെയ്തിരുന്നു. അവിടെയും ഒരു നാടകം കളിക്കാനാണ് ഇയാൾ ശ്രമിച്ചത്. അതിൽ ഏറ്റവും ദയനീയമായതും അല്ലെങ്കിൽ ഏറ്റവും ക്രൂരമായ ഇയാളുടെ ഇടപെടൽ ഈ മരണം ഉറപ്പാക്കിയ ശേഷവും ഒരു ക്രൂരമായ തന്റെ ലൈംഗിക ക്രൂരതയ്ക്ക് ഈ യുവതിയെ ഇരയാക്കാൻ ഇയാൾ ശ്രമിച്ചു എന്നതാണ്. ഒരു തരത്തിലും ഒരു മനുഷ്യ സഹജമായ സ്വഭാവങ്ങളൊന്നും ഇയാളുടെ പക്കൽ ഉണ്ടായിരുന്നില്ല എന്നതിന് ഏറ്റവും വലിയ തെളിവായി പോലീസ് ചൂണ്ടിക്കാണിക്കുന്നതാണ്. എന്തായാലും ഇക്കാര്യങ്ങളൊക്കെ കൃത്യമായി തന്നെ ഈ സ്ഥാപനത്തിലെ CCTV ദൃശ്യങ്ങളിൽ പതിഞ്ഞു എന്നതാണ് ഇയാൾക്ക് ഏറ്റവും വലിയ തെളിവായി, ഇയാൾക്കെതിരായ ഏറ്റവും വലിയ തെളിവായി മാറുന്നത്. ഇവർ ഈ വർക്ക്ഷോപ്പിലേക്ക് എത്തുന്ന സമയം മുതൽ ഇയാൾ പിന്നീട് പുറത്തേക്ക് ഈ കാറുമായി യുവതിയുമായി പോകുന്ന സമയം വരെ അതൊക്കെ പുറത്തെ CCTV ദൃശ്യങ്ങളിലടക്കം പതിഞ്ഞിട്ടുണ്ട്. അങ്ങനെ കൃത്യമായ ഒരു ദൈവത്തിന്റെ കയ്യൊപ്പുള്ള തെളിവുകൾ ഈ കേസിൽ പോലീസിന് ഈ പ്രതിക്കെതിരായി ലഭിക്കുകയും ചെയ്തു. എന്തായാലും കൃത്യമായ ശിക്ഷ ഉറപ്പ് വരുന്ന ഒരു കേസ് തന്നെയായിരുന്നു. കാരണം ഒന്നിലധികം കുറ്റങ്ങൾ, അല്ലെങ്കിൽ ഒരുപാട് കുറ്റങ്ങൾ ഇയാൾക്കെതിരെ ചുമത്തപ്പെട്ടിരുന്നു. അത് കൊലപാതകവും ഗൂഢാലോചനയും മൃതദേഹത്തോട് അപമര്യാദയായി പെരുമാറുകയും ഒപ്പം ഈ നന്നേ ചെറുപ്പത്തിൽ ഈ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തിയും അല്ലെങ്കിൽ മറ്റു പ്രലോഭനങ്ങൾ നൽകിയും ഒക്കെ വശത്താക്കി ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയാണ് വന്നിരുന്നത്. അങ്ങനെ പോക്സോ കേസ് അടക്കം ഈ പ്രതിക്കെതിരെ ചുമത്തപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ ജാമ്യം ലഭിച്ച് പുറത്തേക്ക് ഇറങ്ങിയെങ്കിലും കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ കേസിലെ വിചാരണ നടപടികൾ ആരംഭിച്ച് കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഈ കേസിൽ നിന്നും താൽക്കാലികമായി ജാമ്യം കിട്ടിയാലും കൃത്യമായ ശിക്ഷ ലഭിക്കും എന്ന് ഇയാൾക്ക്. അനീഷ്, അതായത് ഈ കേസിൽ നിന്ന് തനിക്ക് ഊരാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ വൈശാഖൻ എന്തായാലും ഒന്നിലധികം കേസുകളിൽ അല്ലെങ്കിൽ ഒന്നിലധികം വകുപ്പ് ചുമത്തിക്കൊണ്ട് അകത്താകുമെന്ന് മനസ്സിലാക്കിയ വൈശാഖൻ ഇനി ഒരുപക്ഷെ കുറേ നാൾക്കെങ്കിലും പുറം ലോകം കാണാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ ജാമ്യത്തിൽ ആത്മഹത്യയിലേക്ക് നയിച്ചതായിട്ട് കണക്കാക്കപ്പെടേണ്ടത്. കാരണം വൈശാഖന് മരിക്കാനായിരുന്നു തീരുമാനമെങ്കിൽ ഒരുപക്ഷെ അപ്പോഴേ ആകാമായിരുന്നു. പക്ഷേ ആ സമയത്ത് വൈശാഖൻ ഈ പെൺകുട്ടിയെയും കബളിപ്പിച്ച് ആ പെൺകുട്ടിയെ കൊല ചെയ്തിട്ടാണ് പിന്നീട് പോലീസ് അറസ്റ്റിലേക്ക് വരുന്നത്. പക്ഷേ ഇപ്പോൾ അകത്തായി എല്ലാം മനസ്സിലായി പിടികൂടി എന്ന് മനസ്സിലാക്കിയതിനു കൊണ്ട് ആയിരിക്കുമോ ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് നീങ്ങിയത്? സ്വാഭാവികമായിട്ടും ഈ ഒരു ആത്മഹത്യയിലേക്കും ഇതിന്റെ ചുരുളുകൾ അതിലേക്ക് തന്നെ ആയിരിക്കുമല്ലോ നീങ്ങുന്നത്. ആ തോന്നലിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ചോദ്യം. തീർച്ചയായും അയാൾക്ക് അങ്ങനെ ഒരു തോന്നൽ എത്തിക്കാണും. കാരണം അയാൾക്കെതിരെ ചുമത്തിപ്പെട്ടുള്ള കേസുകൾ ഒരുപക്ഷെ 10-12 വകുപ്പുകളാണ്. ഏറ്റവും ചുരുങ്ങിയത് ഇയാൾക്കെതിരെ എലത്തൂർ പോലീസ് ക്രൈം നമ്പർ 56/2026 എന്ന പേരിൽ, അതിൽ BNS പ്രകാരം 57, 26, 103, 704, 127, 115, 118, 59, 26, 376, 506 IPC എന്നൊക്കെ പ്രകാരം നിരവധി BNS IPC ഒക്കെ പ്രകാരം ഒരുപാട് കേസുകൾ ഇയാൾക്കെതിരെ ചുമത്തപ്പെട്ടിട്ടുണ്ട്. ഇതിലൊക്കെ കൃത്യമായ തെളിവുകൾ പോലീസിന് ഈ കേസുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുണ്ട്
തെളിവുകളുണ്ട് എന്നതാണ്. ഒപ്പം കൃത്യമായ തെളിവുകൾ പോലീസിന് കോടതിയിൽ സമർപ്പിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ കേസിൽ ഒരു വിടുതൽ ഉണ്ടാവില്ല എന്ന് ഒരുപക്ഷെ അയാൾക്ക് തോന്നിക്കാണും. പക്ഷേ അതും ഈ ജാമ്യത്തിലിറങ്ങി 2 ആഴ്ച ശേഷം എന്തുകൊണ്ടൊരു മരണം തെരഞ്ഞെടുത്തു, അല്ലെങ്കിൽ ഇതിനു മുമ്പേ എന്തുകൊണ്ട് ശ്രമിച്ചില്ല, അല്ലെങ്കിൽ എങ്ങനെയാണ് മുന്നോട്ടുള്ള കാര്യങ്ങൾ, അക്കാര്യത്തെക്കുറിച്ച് നമുക്കിപ്പോഴും ഒരു വ്യക്തത അല്ലെങ്കിൽ പോലും ഇതൊരു വലിയ ഒരു മാനസിക സമ്മർദ്ദത്തിലേക്കും പിന്നീട് ഇയാളെ തണ്ടിൽ വിട്ടിരിക്കാം. കാരണം ദീർഘനാളുകളായി ജയിലിൽ കഴിയുന്നു. ഇനി പുറത്തിറങ്ങി അല്ലെങ്കിൽ പോലും വിചാരണ നടപടികൾ പൂർത്തിയായാൽ വീണ്ടും ജയിലിലേക്ക് തന്നെ പോകണം. സാമ്പത്തികമായ പരാധീനതകളിലേക്കൊക്കെ ഇയാൾ നീങ്ങിക്കാണ്. ഒപ്പം കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ, ഈ ഭാര്യയും കുട്ടിയും ഒക്കെ ഉള്ള കുഞ്ഞുങ്ങളുമൊക്കെ ഉള്ള ഒരു കുടുംബത്തിലാണ് ഇയാൾ ഉള്ളത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളുമൊക്കെ ഇയാളെ ഒരുപക്ഷെ മറ്റൊരു തരത്തിലെ സമ്മർദ്ദത്തിലേക്ക് കടത്തിവിട്ടിരിക്കാം. ഒപ്പം ഈ കേസിൽ ശിക്ഷ കിട്ടും എന്നുള്ള കാര്യത്തിൽ ഏകദേശം ഒരു ഉറപ്പാണ്. കാരണം അത്രമേൽ കൃത്യമായി തെളിവുകൾ ഹാജരാക്കാൻ അല്ലെങ്കിൽ തെളിവുകൾ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞ ഒരു കേസാണ്. സാക്ഷി മൊഴികളുണ്ട്, ഡിജിറ്റൽ തെളിവുകളുണ്ട്, ഈ മരിച്ച യുവതിയുടെ ഡയറിക്കുറിപ്പുണ്ട്. അങ്ങനെ എല്ലാ സാഹചര്യങ്ങളും ഇയാൾക്ക് എതിരാണ് എന്നുള്ള തോന്നൽ ഇയാൾക്ക് തന്നെ വന്നു കാണാം. അതുകൊണ്ടാവാം ഒരുപക്ഷെ ഇത്തരമൊരു മാർഗം ഇയാൾ തെരഞ്ഞെടുത്തത്. എന്തായാലും ജയിലിൽ നിന്നും ജാമ്യത്തിലിറങ്ങിയ പ്രതി വൈശാഖനാണ് ജീവൻ ഒടുക്കിയത്. ഈ യുവതിയും വൈശാഖനും തമ്മിൽ വർഷങ്ങളായി പ്രണയത്തിലായിരുന്നു. ആ പെൺകുട്ടിയെ ചതിക്കുകയായിരുന്നു വൈശാഖൻ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഒരുമിച്ച് മരിക്കാമെന്ന് വാഗ്ദാനം നൽകിയിട്ട് പിന്നീട് ആ പെൺകുട്ടിയെ കൊല ചെയ്ത് മൃതദേഹത്തോട് പോലും ലൈംഗികാതിക്രമം കാണിച്ചു. പോലീസ് ഇയാളെ പിടികൂടി 2 ആഴ്ച പരോളിലിറങ്ങിയ സാഹചര്യത്തിൽ, ജാമ്യത്തിലിറങ്ങിയ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇയാൾ ആത്മഹത്യ ചെയ്തതായിട്ട് മനസ്സിലാക്കുന്നത്. സനീഷ് കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.